2025 നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ 2010 കടത്തിവെട്ടി ഒരു UDF തരംഗം കേരളത്തിലുടനീളം സൃഷ്ടിച്ചിരിക്കുകയാണ്. കേരളത്തിലെ കോർപ്പറേഷനുകളിൽ വലിയ മുന്നേറ്റമാണ് UDF കാഴ്ചവെച്ചിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തുകളിൽ വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ ഏറ്റവും വലിയ മുന്നേറ്റമാണ്. മുനിസിപ്പാലിറ്റിയിൽ പതിവിന് വിപരീതമായി ഗ്രാമപഞ്ചായത്തിലും UDF തരംഗം ആഞ്ഞടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കിറ്റ് കൊടുത്ത് അധികാരത്തിൽ വന്നതുപോലെ 10,000 കോടി രൂപ കടമെടുത്ത് ഈ നാട്ടിലെ ജനങ്ങളെ ഒരിക്കൽ കൂടി കബളിപ്പിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ആ വിചാരം അസ്ഥാനത്താണെന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം തെളിയിക്കാൻ പോവുകയാണ്. ഒരു കാര്യം അസന്നിഗ്ധമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. 2026 തെരഞ്ഞെടുപ്പിൽ 111 സീറ്റുകൾ നേടി 1977 പോലെ UDF അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൻ്റെ ഒരു സൂചനയാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കാണിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ UDFിനുണ്ടായ മുന്നേറ്റം ഭരണവിരുദ്ധ വികാരമാണ്, യാതൊരു സംശയവുമില്ല. 9.5 വർഷക്കാലത്തെ ഇടതുമുന്നണിയുടെ ഭരണം, പിണറായി വിജയൻ്റെ ഭരണം ആബാലവൃദ്ധം ജനങ്ങളെയും അസ്വസ്ഥരാക്കിയിരിക്കുന്നു, അസംതൃപ്തരാക്കിയിരിക്കുന്നു. ഭരണവിരുദ്ധ വികാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിരിക്കുന്നത്. മാത്രമല്ല, 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. ഒന്ന്, ഈശ്വരവിശ്വാസികളായ കേരളത്തിലെ ജനങ്ങൾ ജീവിക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് ശബരിമലയിൽ നടന്ന കൊള്ള, ഏതാണ്ട് 50 കോടിയോളം വില വരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് അവിടുന്ന് തട്ടിക്കൊണ്ടുപോയത്. രമേശ് ചെന്നിത്തല വളരെ വ്യക്തമായി സൂചിപ്പിച്ചു. ലോക വിപണിയിൽ 500 കോടി രൂപ മോഹവിലയുള്ള അവിടുത്തെ വാതിൽപ്പടികൾ, കട്ടിളപ്പടി, അതുപോലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണങ്ങളാണ് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ വിശ്വാസി സമൂഹത്തെ ഇനിയും കബളിപ്പിക്കാമെന്ന് ശ്രീ പിണറായി വിജയൻ വിചാരിക്കേണ്ട എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ്. രണ്ടാമത്, മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും തമ്മിൽ ഒരു അന്തർധാരയുണ്ട്. അതാണ് 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2022 കൊണ്ടുവന്ന PM ശ്രീ. അതിനകത്ത് ശ്രീ ജോൺ ബ്രിട്ടാസ് ഇടനിലക്കാരനായി നിന്നുകൊണ്ട് കേരളത്തിലെ ഇടതുമുന്നണി അറിയാതെ, ക്യാബിനറ്റ് അറിയാതെ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരു ഇടനില പ്രവർത്തിക്കുകയും, ഒരു അന്തർധാര പ്രവർത്തിക്കുകയും, ഒരു അവിശുദ്ധ ബന്ധം പ്രവർത്തിക്കുകയും, അതുപോലെ തന്നെ ഒരു അവിഹിത ബന്ധം പ്രവർത്തിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ടുള്ള PM ശ്രീയിൽ ഒപ്പുവെച്ചത്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കാനുള്ള PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് വഴി വെളിച്ചത്തായിരിക്കുന്നത്. അപ്പോൾ ജനങ്ങൾ അതിശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ്. മാത്രമല്ല, കഴിഞ്ഞ 9.5 വർഷക്കാലം കൊണ്ട് 6 ലക്ഷം കോടി രൂപയുടെ കടമാണ് കേരളത്തിന് വരുത്തി വച്ചിരിക്കുന്നത്. അതുകൂടാതെ വിലക്കയറ്റം, അതുപോലെ പെൻഷനുകൾ നിർത്തിവെച്ചത്, അതുപോലെ തന്നെ നമുക്കറിയാം കേരളത്തിലെ ആശുപത്രികൾ ഒരിടത്തും മരുന്നില്ല, അതുപോലെ തന്നെ എക്യുപ്മെൻറ്റ്സ് ഇല്ല. അത് കോടിക്കണക്കിന് രൂപ മെഡിക്കൽ കോർപ്പറേഷന് കൊടുക്കാനുണ്ട്. അധ്യാപകർക്ക് ശമ്പളമില്ല, NGOമാർക്ക് ശമ്പളമില്ല, പെൻഷൻകാർക്ക് പെൻഷനില്ല, ക്ഷേമ പദ്ധതികളെല്ലാം മുടങ്ങിക്കിടക്കുന്നു. ജനങ്ങളെ പറ്റിക്കാനാണ് 10,000 കോടി രൂപയുടെ പ്രഖ്യാപനങ്ങൾ നടത്തിയതെങ്കിലും ജനങ്ങൾ ഈ ഗവൺമെൻറ് മാറണമെന്ന് ആഗ്രഹിക്കുന്നു. 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ കേളികൊട്ടാണ് കേട്ടിരിക്കുന്നത്. UDF പൂർവാധികം ശക്തമായി കേരളത്തിൽ അധികാരത്തിലേക്ക് മടങ്ങി വരും. പിണറായി വിജയന് ഇനി 5 കൊല്ലം വിശ്രമിക്കാമെന്നുള്ളതിൻ്റെ സൂചന കേരളത്തിലെ ജനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലൂടെ നൽകിയിരിക്കുകയാണ്. UDFിൻ്റെ ഈ വിജയത്തിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഞങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇടതുപക്ഷങ്ങൾക്ക് ആധിപത്യമുള്ള കാസർഗോഡും ഇത്തവണ ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾ തിരിച്ചുപിടിക്കും. പല ബ്ലോക്ക് പഞ്ചായത്തിലും ഞങ്ങൾ അധികാരത്തിൽ വരും. ഇടതുപക്ഷ മുന്നണിയുടെ കയ്യിലിരുന്ന പല പഞ്ചായത്തുകളും ഞങ്ങൾ പിടിച്ചിരിക്കും. കാസർഗോഡ് കേരളം നൽകുന്നൊരു സൂചനയാണ് കാസർഗോഡ് നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ ഉൾപ്പെടെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും ന്യൂനപക്ഷ വോട്ടുകൾ ലഭിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. അല്ല, കേരളത്തിലെയും ഇന്ത്യയിലെയും ന്യൂനപക്ഷങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാതനകളും വേദനകളും പീഡനങ്ങളും അവരുടെ മുമ്പിലുണ്ടല്ലോ. ഈ ന്യൂനപക്ഷത്തിന് ഇടതുപക്ഷ മുന്നണിക്കോ BJPക്കോ വോട്ട് ചെയ്യാൻ എന്ത് കാര്യമാണുള്ളത്?
നിങ്ങൾ ആലോചിച്ച് നോക്ക്, കേരള ഗവൺമെൻറ്റും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും കേരളത്തിലെയും ഇന്ത്യയിലെയും മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന കാഴ്ച ദൈനംദിനം നമ്മുടെ ന്യൂനപക്ഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. UDF അനുകൂലമായ വോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ന്യൂനപക്ഷങ്ങൾ വന്നാൽ അവരെ എങ്ങനെയാണ് കുറ്റപ്പെടുത്താനാകുക? സംഘടനാപരമായ ദൗർബല്യം തിരുവനന്തപുരത്തുണ്ട്, അത് ഞങ്ങൾക്ക് നേരത്തെ അറിയാം. അതുകൊണ്ടാണ് ഒരു പരീക്ഷണാർത്ഥം ശ്രീ G. കാർത്തികേയൻ്റെ മകനെ ശബരിനാഥിനെ ഒരു MLA, പഴയകാലത്തെ MLA ഞങ്ങൾ രംഗത്തിറക്കി. ആ സംഘടനാപരമായ ദൗർബല്യം മറികടക്കാൻ ഞങ്ങൾ ശ്രമിച്ചു. പക്ഷേ അതിൻ്റെ നേട്ടം ഞങ്ങൾക്കവിടെ ഉണ്ടായിട്ടുണ്ട്. പരിപൂർണമായി അത് വിജയത്തിലെത്തിക്കാൻ കഴിഞ്ഞില്ല. കുറേ കൂടി മുൻകൂട്ടി ശബരിനാഥിനെ നേതൃത്വം ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് NDAക്കുണ്ടായ വിജയം അട്ടിമറിക്കാൻ സാധിക്കുമായിരുന്നു. സംഘടനാപരമായ ദൗർബല്യമാണ് തിരുവനന്തപുരത്ത് നിഴലിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.